ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി പച്ചക്കായ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു മെഴുക്ക് പുരട്ടി നേന്ത്രക്കായ വെച്ചും നാടൻ കായ വെച്ചും ഒക്കെ നമുക്ക് തയ്യാറാക്കാം ഈ മെഴുക്ക് പുരട്ടി. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ 5-6 നേന്ത്രക്കായയോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പച്ചക്കായയോ എടുക്കാം. നാടൻ കായാണെങ്കിൽ അതും നമുക്ക് എടുക്കാം. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം തയ്യാറാക്കാനായിട്ട്. ഇതുപോലെ മീതെ തൊലിയെല്ലാം നമുക്ക് കളയാം. നാടൻ കായയാണെങ്കിൽ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇനി ഇതിൻ്റെ നടുകിലൂടെയും ഉള്ളിലൂടെയും എല്ലാം നമുക്കിത് പൊളിച്ചെടുത്തതിന് ശേഷം വളരെ കനം കുറച്ച് ചെറുതാക്കിയിട്ട് നമുക്ക് ഉപ്പേരിക്കൊക്കെ അരിയുന്നത് പോലെ കുനുകുനായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. കണ്ടോ, നമുക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിടാം. നമുക്ക് ഈ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറ കളയാനായിട്ട് ചിലർ വാഴക്കയുടെ കറ കളയാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ചിലർ കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെക്കും. അതുമല്ലെങ്കിൽ അരിവെള്ളം കഴുകുമ്പോൾ ആ വെള്ളത്തിൽ ഇട്ടിട്ടും വെക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പച്ചക്കായയുടെ കറയെല്ലാം കളഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം തീ ഓണാക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് കഴുകി വാരി വെച്ച് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് നമ്മുടെ ഈ പച്ചക്കായ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മെഴുക്ക് പുരട്ടിക്ക്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. തീ ഓണാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ തീ ഓഫാക്കി കൊടുക്കാം. ഞാനിവിടെ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ പച്ചക്കായ നമുക്ക് വെന്ത് നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടിയോ പാനോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 15ഓളം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതുമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു 4 പച്ചമുളക് നടുകീറിയിട്ടതും പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു 2 സെക്കൻഡ് നേരം ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടാനായിട്ടാണ് ഇങ്ങനെ അടച്ച് വെക്കുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് വഴറ്റി കിട്ടും. വഴറ്റുന്ന സമയത്ത് നമുക്കിതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്താ മണം എന്നറിയോ, നല്ല മണമുണ്ട്. ഇങ്ങനെ മണം വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പച്ചക്കായ ഇതിലേക്ക് ചേർക്കാം. ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ ഈ പച്ചക്കായ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ മിക്സാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ടോ. തീയൊക്കെ ഞാൻ ഓഫാക്കി കൊടുത്തു കേട്ടോ. വാഴക്കായൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ പച്ചക്കായ ഇട്ടതിന് ശേഷം തീയൊക്കെ നമുക്ക് ഓഫാക്കാം. വളരെ രുചികരമായ ഒരു പച്ചക്കായ മെഴുക്ക് പുരട്ടിയാണ്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കണ്ടില്ലേ, കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കായ മെഴുക്ക് പുരട്ടി നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.